നമസ്കാരം. സൂര്യനാരായണ രാജു എന്ന തെലുങ്കിൽ ധാരാളം ചിത്രങ്ങൾ നിർമ്മിച്ച ഒരു നിർമ്മാതാവിന്റെ മൂന്നാമത്തെ മകൻ. അദ്ദേഹത്തെ സിനിമയിലെ നായകനാക്കുവാനായി വല്യച്ഛൻ കൃഷ്ണം രാജുവും അച്ഛൻ സൂര്യനാരായണ രാജുവും കിണഞ്ഞു പരിശ്രമിക്കുന്നു. അയാളുടെ മുമ്പിലായി ആദ്യം വന്നത് രാജമൗലി എന്ന പുതുമുഖ സംവിധായകന്റെ കഥയായിരുന്നു. സ്റ്റുഡന്റ് നമ്പർ 1 എന്ന ഒരു ചെറിയ ചിത്രം മാത്രം എടുത്ത് അത് വൻ വിജയമാക്കി തീർത്ത രാജമൗലി എന്ന കൊച്ചുമിടുക്കേണ്ട കഥ. ഈ ഒരു കഥ കേട്ടപ്പോൾ തന്നെ ആ ഒരു നടൻ പറഞ്ഞു, നിങ്ങളുടെ തിരക്കഥ കാലഹരണപ്പെട്ട തിരക്കഥയാണ്, എനിക്ക് പറ്റിയ ഒരു സംവിധായകനല്ല നിങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അതേ സംവിധായകനിൽ നിന്നും 1500 കോടിയോളം രൂപ നേടിയ ബാഹുബലി 2 എന്നീ ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം മാറ്റിക്കുറിച്ച ചിത്രങ്ങൾ. 1979 ഒക്ടോബർ 23 സൂര്യനാരായണ രാജുവിന്റെയും ശിവകുമാരിയുടെയും മൂന്നാമത്തെ മകനായി ജനിച്ച പ്രഭാസ് രാജു. അഭിനയത്തിൽ ലെവലേശം പോലും താല്പര്യമില്ലാതിരുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ ധാരാളം പുതുമുഖങ്ങളുടെ കഥകൾ കേൾക്കുന്നു. അത് 2002 കാലഘട്ടമായിരുന്നു. ധാരാളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള സംവിധായകരുടെയും പുതുമുഖ നവാഗത സംവിധായകരുടെയും കഥകൾ കേട്ട ഈ ഒരു പുതുമുഖ നടൻ പറഞ്ഞു, ഈ കഥകൾക്കൊന്നും കാമ്പില്ല. അയാൾ കേട്ട് കളഞ്ഞ കഥകളിൽ തെലുങ്ക് സിനിമയുടെ തലവര മാറ്റിയ ചില കഥകളും ഉണ്ടായിരുന്നു. ആദ്യത്തേത് സുകുമാർ സംവിധാനം ചെയ്ത അല്ലു അർജുൻ നായകനായ ആര്യ എന്ന ചിത്രത്തിന്റെ കഥയായിരുന്നു. ആ കഥയുമായി സുകുമാർ ആദ്യം സമീപിച്ചത് പ്രഭാസ് രാജു എന്ന പ്രഭാസിനെയായിരുന്നു. പ്രഭാസ് പറഞ്ഞു, എനിക്ക് ഈ ഒരു കഥയിൽ താല്പര്യമില്ല, എനിക്ക് നിങ്ങളുടെ ഈ തിരക്കഥയിൽ വിശ്വാസമില്ല. പ്രഭാസ് അന്ന് വേണ്ടെന്ന് വെച്ച രാജമൗലി ചിത്രമായിരുന്നു ജൂനിയർ NTR നായകനായ സിംഹാദ്രി. ജയന്ത് പരാജ് സംവിധാനം ചെയ്ത ഈശ്വർ എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറ്റം കുറിച്ചു. 2 വർഷത്തിന് ശേഷം വർഷം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക പ്രിയനായി. ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തീകരിച്ച പ്രഭാസ് ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. പ്രഭാസിന്റെ ആഗ്രഹം ഭക്ഷണ മേഖലയിൽ ബിസിനസ് ചെയ്യണമെന്നായിരുന്നു. വല്യച്ഛന്റെ ആഗ്രഹം അദ്ദേഹത്തെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആക്കി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രാജമൗലിയുടെ കഴിവ് മനസ്സിലായ പ്രഭാസ് ഒരു വേദിയിൽ വെച്ച് രാജമൗലിയോട് ചോദിക്കുകയുണ്ടായി, താങ്കൾക്ക് എനിക്ക് പറ്റിയ എന്തെങ്കിലും വേഷമുണ്ടോ? വേഷം എന്തുമായിക്കൊള്ളട്ടെ, ഡേറ്റ് തരാൻ ഞാൻ തയ്യാർ. അങ്ങനെ രാജമൗലിയോടൊപ്പം ആദ്യമായി ഒന്നിച്ച ചിത്രമാണ് ഛത്രപതി. അതിനുശേഷം ബാഹുബലി 2. ബാഹുബലി എന്ന ചിത്രത്തിനായി രാജമൗലി ആദ്യം സമീപിച്ചത് ഹിന്ദി സിനിമയിലെ ഋത്തിക് റോഷനെ ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഈ സംവിധായകനിൽ വിശ്വാസമില്ലാതെ വന്നപ്പോൾ ഇദ്ദേഹം പ്രഭാസിനെ സമീപിച്ചു. പ്രഭാസിനോട് പറഞ്ഞു, 5 വർഷം എനിക്ക് വേണ്ടി വരും. പ്രഭാസ് രാജമൗലിയോട് ചോദിച്ചു, ഞാൻ തരുന്ന ഈ ഒരു 5 വർഷം ഇന്ത്യൻ സിനിമയിലെ ഒരു നടൻ എന്ന് അറിയപ്പെടുന്ന ഒരു നടനായി മാറ്റാൻ ഈ സിനിമ കൊണ്ട് കഴിയുമോ? രാജമൗലിയുടെ ഉത്തരം, അത് ചരിത്രം പറയും. ഇപ്പോൾ നിങ്ങൾക്കും അറിയാം പ്രഭാസ് ആരാണെന്ന്. രാഘവ ലോറൻസ് സംവിധാനം ചെയ്ത റിബൽ എന്ന ചിത്രം പ്രഭാസിന്റെ കരിയറിൽ ഏറ്റവും വലിയ പരാജയം തന്നെയായിരുന്നു. അതിൽ പ്രഭാസിന്റെ വല്യച്ഛനായ കൃഷ്ണം രാജുവും അഭിനയിക്കുന്നുണ്ട്. കൊറട്ടള ശിവ ആദ്യമായി സംവിധാനം ചെയ്ത മിർച്ചി എന്ന ചിത്രം പ്രഭാസിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയ ചിത്രമായി തീർന്നു. ബാഹുബലിക്ക് ശേഷം പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന പദവി പ്രഭാസിന് ലഭിച്ചതോടെ ബാഹുബലിക്ക് ശേഷം തിരഞ്ഞെടുത്തത് രാധേശ്യാം, സാഹോ എന്നീ ചിത്രങ്ങളായിരുന്നു. ആദ്യം ഇറങ്ങിയത് സാഹോ ആണ്. ഓജി എന്ന പവൻ കല്യാൺ ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള സുജിത് റെഡ്ഡി ആയിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. കോടികൾ മുതൽ മുടക്കിൽ വന്ന ഈ ഒരു ചിത്രം വലിയ പരാജയം തന്നെയായിരുന്നു. ഈ ചിത്രത്തിന് ശേഷമായിരുന്നു രാധാകൃഷ്ണ കുമാർ സംവിധാനം ചെയ്ത രാധേശ്യാം. ഈ ചിത്രവും പരാജയം തന്നെയായിരുന്നു. അതിനുശേഷമായിരുന്നു ഓം റാവത്ത് സംവിധാനം ചെയ്ത ആദിപുരുഷ്. കാർട്ടൂൺ നിലവാരത്തിലുള്ള ചിത്രീകരണ രീതിയുമൊക്കെ ആയപ്പോൾ ചിത്രത്തിന്റെ കാര്യം തീരുമാനമായി. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി തീർന്നു. അതിനുശേഷമുള്ള വിജയം എന്ന് പറയുന്നത് പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത സലാർ ആയിരുന്നു. അതിൽ പൃഥ്വിരാജും പ്രധാന വേഷത്തിലെത്തിയിരുന്നു. സലാറിന് ശേഷം നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി 1000 കോടി രൂപയാണ് നേടിക്കൊടുത്തത്. അതിലൂടെ പ്രഭാസിന്റെ താരമൂല്യം ഉയർന്നു വരികയുണ്ടായി. അനിമൽ എന്ന ചിത്രത്തിന് ശേഷം സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റ് എന്ന ചിത്രത്തിലും പ്രഭാസ് തന്നെയാണ് നായകൻ. സീതാരാമം എന്ന ചിത്രത്തിന് ശേഷം ഹനു രാഘപൂരി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും പ്രഭാസാണ് നായകൻ. ജന്മദിനം ആഘോഷിക്കുന്ന പ്രഭാസിന് ഇനിയും നല്ല ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനും ശരിയായ രീതിയിൽ മാത്രം ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു വൻ വിജയമാക്കുവാനും ജന്മദിനാശംസകൾ നേരുന്നു.